2 ദിവസം മുമ്പ് നമ്മൾ പുറത്തു കൊണ്ടുവന്നൊരു വാർത്ത. രാമേന്ദ്രൻ സാറാണ് നമ്മുടെ ചർച്ചയിൽ ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്തത്. മനുഷ്യനെ തിന്നുന്ന ഒരു ബാക്ടീരിയ വരുന്നത്. ആദ്യം മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇന്ന് മലയാളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും രാമേന്ദ്രൻ സാറിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ABC-യുടെ ഭാഗമായതുകൊണ്ട് പല വാർത്തകളും മലയാളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ചാനലായിട്ട് ABC മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് സംബന്ധിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പറയാത്ത പുതിയൊരു വാർത്ത സാറിന് പറയാനുണ്ട് അല്ലേ? അതായത് പക്ഷിപ്പനി ആയിരിക്കും അടുത്ത മഹാമാരി മനുഷ്യനെ ബാധിക്കുന്നത്. കോവിഡിനേക്കാൾ ഭീകരമായിട്ട്, അതായത് കോവിഡിൻ്റെയൊക്കെ റേറ്റ് മരണനിരക്ക് കുറവായിരുന്നു. ഇത് 30% മുതൽ 50% വരെ ബാധിച്ചു കഴിഞ്ഞാൽ ആളുകൾ മരിക്കും. പക്ഷിപ്പനി ബാധിച്ചാൽ. ഇപ്പോൾ പക്ഷിപ്പനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുട്ടനാട്ടിലെ താറാവിനൊക്കെ പക്ഷിപ്പനി ബാധിക്കുന്നു, കോഴിയെ അതെല്ലാം നമ്മൾ കൂട്ടത്തോടെ കൊല്ലുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ മനുഷ്യനിലേക്ക് ഈ പക്ഷിപ്പനി പകരില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. അത് മാറുവാണോ? മനുഷ്യനിലേക്ക് വന്നു. അതായത് പക്ഷികളിൽ നിന്ന് ഇത് കന്നുകാലികളിലേക്ക് വന്നു. പശുക്കളുടെ ഫാമുകളിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ പക്ഷിപ്പനി. കന്നുകാലികളുടെ അകിടിൽ ഈ പക്ഷിപ്പനി എന്നുള്ള പേര് തന്നെ മാറുകയാണ്. അതാണ് ബേർഡ് ഇൻഫ്ലുവൻസ എന്നൊന്നും ഇനി പറഞ്ഞില്ല. ഇതിന് വേറെന്തെങ്കിലും പറയണം. കന്നുകാലികളുടെ അകിടുകളെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അതിൽ നിന്നൊക്കെ പാല്, അതായത് റോ ഇല്ലേ, ഈ തിളപ്പിക്കാത്ത പാല് കുടിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ അവിടെ കന്നുകാലികൾക്ക് ഫാമുകളിൽ ഇത് ബാധിക്കുന്നതൊക്കെ ഞാൻ വായിച്ചിരുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ ബംഗാളിൽ 4 വയസ്സുള്ളൊരു കുട്ടി പക്ഷിപ്പനി ബാധിച്ചു. പക്ഷെ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്തിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെയും ഒരു മനുഷ്യനിൽ, ഇന്ത്യയിലും പക്ഷിപ്പനി വന്നു. പക്ഷേ അവിടെ ബാധിച്ചിരിക്കുന്നത് H5N1 എന്ന് പറഞ്ഞ വൈറസാണ് അമേരിക്കയിൽ. ഈ കുട്ടിയുടേത് ആ വൈറസ് അല്ലായിരുന്നു. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മ്യൂട്ടേഷൻസ് ഈ മാറുന്നു. വൈറസ് അതിൻ്റെ രൂപവും വേഷവും നിറവും അതിൻ്റെ DNA പ്രതിരോധശേഷി കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ മാറി കോശവിഭജനം കൊണ്ടാണല്ലോ ഇത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. അതിങ്ങനെ മാറി വന്നിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇത് 8 കോടി കോഴികളിൽ അമേരിക്കയിൽ ബാധിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു ധ്രുവക്കരടിയെ ബാധിച്ചു, ഒരു കരടി. അത് കഴിഞ്ഞ് ഇപ്പോൾ നിറച്ചും പശുക്കളിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യു എസിൽ ഫാമുകളിലൊക്കെ ഇത് ഭയങ്കര ആൻഷ്യസ് ആണ്. 12 പ്രവിശ്യകളിൽ ഈ പശുക്കളെ, കന്നുകാലികളെ, പശു, കാള, ഇങ്ങനെ കന്നുകാലി ഫാമുകളിലൊക്കെ ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. 94 പശുക്കളും മരിച്ചു പോയി. അപ്പോൾ ഇത് മെക്സിക്കോയിൽ 59 വയസ്സുള്ള ഒരാൾ മരിച്ചുപോയി പക്ഷിപ്പനി വന്നിട്ട്. പക്ഷെ അയാളുടെ കാര്യത്തിലാണെങ്കിൽ അയാൾക്ക് ഈ പൗൾട്രി ഒന്നുമായിട്ട്, കോഴി ഫാമുകളുമായിട്ടൊന്നും ബന്ധവുമില്ലായിരുന്നു. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നുള്ളതിനെ പറ്റി ഒരു രൂപമില്ലാതിരിക്കുകയാണ് ഇപ്പോൾ. ഈ കണ്ണ് വഴി വൈറസ് കിടക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പശുക്കളിൽ നിന്നൊക്കെയുള്ള സ്റ്റഡി കൊണ്ട് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് ഇത് കുടലിലേക്കൊക്കെ, നമ്മുടെ ആമാശയത്തിലേക്ക്, ഈ പശുക്കളുടെയൊക്കെ ആമാശയത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ഉദരം, തലച്ചോറ്. ഇപ്പം എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫാം വർക്കേഴ്സില്ലേ, ഫാമിലെ തൊഴിലാളികൾ, ആ തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യനിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതായിട്ട് ഇതുവരെ വിവരമൊന്നുമില്ലാന്ന് ജോൺസ് ഹോപ്കിൻസിലെ വിദഗ്ധന്മാർ, ഫേൺ സൊറൽ എന്നൊക്കെ പറഞ്ഞ് വൈറോളജിസ്റ്റുകൾ, വലിയ ആളുകളാണ്, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് ഇത് വ്യാപിക്കുന്ന സമയം ഇനി വിദൂരമല്ല.
അപ്പോൾ ഇതിന് ഈ സാറ് പറഞ്ഞ പോലെ കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കോണ്ടാക്ട് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാളും ഭീകരമാണ്. നമുക്ക് മറ്റു മനുഷ്യരുമായി കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ക്വാറന്റൈനിൽ പോയൊക്കെ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ പക്ഷികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മൾ എവിടെ പോയാലും ഇതിൽ രക്ഷപ്പെടില്ല. അത് ഫൗൾസ് പലതരം പക്ഷികൾ കോഴികളിലാണ് ധാരാളമായിട്ട് കണ്ടത്. പക്ഷെ വേറെ പക്ഷികളിൽ ഇത് കോമൺ ആയാലും. അതെ, കോഴിപ്പനി അല്ലല്ലോ, പക്ഷിപ്പനിയാണ്. അപ്പോൾ കാക്കയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോൾ എങ്ങനെയും എവിടെ നിന്നും എപ്പോൾ വേണേലും നമ്മുടെ മനുഷ്യനെ ബാധിക്കാവുന്ന ഒരു ദുരന്തമായി ഇത് മാറും. അങ്ങനെ മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുതിർന്നവരിലും പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഭീകരമായിരിക്കും. പിന്നെ തിരിച്ചു വരാൻ പ്രയാസമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് പനി, ശ്വാസതടസ്സം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ചെറിയ പനി, പിന്നെ തൊണ്ടയിൽ കിച്ച് കിച്ച് എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. 2009 സ്വൈൻ ഫ്ലൂ, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് തുടങ്ങിയത് 2009. എന്നിട്ട് ഇങ്ങനെ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചാണ് ഇപ്പോൾ 1300 ഈ ഇതൊക്കെ സ്വൈൻ ഫ്ലൂ അന്ന് ബാധിച്ചിട്ട് ഇത് കുട്ടികളിൽ വന്നിരുന്നു. 1300 കുട്ടികളോളം മരിച്ചിരുന്നു സ്വൈൻ ഫ്ലൂ ബാധിച്ചു എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ ആണ് ഈ പക്ഷിപ്പനി ഇങ്ങനെ ബാധിക്കും, കുട്ടികൾ മരിക്കും, ന്യൂമോണിയ. ഇതിപ്പോൾ നമുക്ക് മനസ്സിലായി മാരകമായല്ലോ. ഇതിനകത്ത് വേറെ ഒരു സംഭവം, നമ്മൾ ഈ കോവിഡ് വരുമ്പോൾ അത് ചൈനയിലെ വുഹാനിലെ ഒരു ലാബിൽ നിന്ന് പുറത്തു പോയതാണ്, ചൈന ലോകത്തിന് നേരെ നടത്തിയ ഒരു രാസായുധമാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനമൊക്കെ വന്നു. അപ്പോൾ ഈ ലോകത്തിലെ പ്രബല രാജ്യങ്ങളൊക്കെ ഈ മൈക്രോബ്സുകളെ ഉപയോഗിച്ചിട്ടുള്ള രാസപരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ പക്കൽ ജൈവായുധങ്ങളുമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം, കോവിഡിന് ശേഷമുള്ള മറ്റൊരു ജൈവായുധമായിരിക്കുമോ അമേരിക്കയിലാണ് ഇത് വരുന്നത്. അമേരിക്കയിലാണ് ഇത് കൂടുതലും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇത് മനുഷ്യനിലേക്ക് താമസിക്കും. അതിനുള്ള സാധ്യതയില്ലേ ഇതിലേക്ക് ഈ വന്നതായിരിക്കും. ലാബുകളിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നു, ഡെലിബറേറ്റ്ലി, അതായത് മനഃപൂർവ്വം അല്ലാതെയോ അത് ലോകത്തേക്ക് ചോർന്നു പോകുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ശത്രു രാജ്യത്തെ അതിന് പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ വന്നുകൂടെ? അങ്ങനെയൊക്കെ വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയിലുമൊക്കെ ഈ കുരങ്ങിനെയൊക്കെ വെച്ചിട്ടൊക്കെ ധാരാളം പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. വുഹാൻ ലാബിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് സയൻസ് ജേർണലുകളിലൊക്കെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇങ്ങനെ ഈ കോവിഡ് വരുമ്പോഴും ഇങ്ങനത്തെ ഫാമുകളിലൊക്കെ ധാരാളം അവിടെ അഫക്റ്റഡ് ആയിരുന്നു. അല്ല, ഈ പറഞ്ഞു കേട്ടത് എനിക്ക് എൻ്റെ ആധികാരികത അറിയില്ല, എന്നാലും ഞാൻ എവിടെയൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്നതിന് ശേഷം ലോകം മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് പോയപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായി പ്രതിസന്ധിയിലായി. ചൈനയ്ക്ക് മാത്രം കാര്യമായി കുഴപ്പമുണ്ടായില്ല. ചൈനയ്ക്ക് പക്ഷെ പിന്നീട് കുഴപ്പമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 0 കോവിഡ് പോളിസിയാണ് എടുത്തിരുന്നത്, നയം. ഞങ്ങൾക്ക് കോവിഡ് ഇല്ല എന്ന് പറഞ്ഞൊരു നയം, 0 കോവിഡ്. അത് കഴിഞ്ഞിട്ട് കോവിഡ് അവിടെ സ്പ്രെഡ് ചെയ്തു. നമുക്കിവിടെയൊക്കെ ശാന്തമായി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ ആപ്പിളിൻ്റെ ഫാക്ടറിയിൽ 10,000 പേർക്കൊക്കെ കോവിഡൊക്കെ വന്ന് ഫാക്ടറിയൊക്കെ പൂട്ടിയിട്ട് ഡീകപ്ലിങ്ങിനൊക്കെ നമുക്ക് ഇവിടം വിട്ടിട്ട് പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ചില നഗരങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നല്ലോ. ചൈന ആയതുകൊണ്ടല്ലോ ഇവിടെ അറിയാതെയൊക്കെ പോയത്. തെരുവുകളിൽ മുഴുവൻ ആളുകൾ നിറയുന്ന അവസ്ഥയൊക്കെ വന്നിരുന്നു. നിങ്ങൾ ഈ കോവിഡ് പോളിസി മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ അതിൻ്റെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അവർ. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ അവിടുത്തെ അവസ്ഥ കോവിഡിൻ്റെ പോട്ടെ, മറ്റേ വളർച്ച GDP ഗ്രോത്ത് ഒക്കെ വളരെ കീഴ്പോട്ടാണ്. ബാങ്കുകളുടെ അവസ്ഥ. പക്ഷേ ലോകം മുഴുവൻ അടഞ്ഞു കിടന്നപ്പോൾ ചൈനയെ ബാധിച്ചില്ല. ലോകം തുറന്നു കഴിഞ്ഞപ്പോഴാണ് ചൈനയ്ക്ക് കിട്ടിയത്. അത് അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട്. മറ്റേ ഐക്യരാഷ്ട്രസഭ ഒക്കെ കമ്മീഷനെ വിടുന്നുണ്ട്, ഇന്ത്യയുടെ അംഗമൊക്കെ കമ്മീഷനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കാലത്ത് വന്നിരുന്നു. പിന്നീട് അതേപ്പറ്റിയൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും കോവിഡിന്റെ കാര്യത്തിൽ സൈലന്റായി, എല്ലാവരും റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അല്ല, ഇനി ചൈനയാണ് ചെയ്തെങ്കിൽ ലോകത്തൊരു ആർക്ക് എൻക്വയറി കമ്മീഷൻ വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ചെയ്താൽ ഒന്നും ചെയ്യാനില്ല. അതൊരു ലോകക്രമത്തിൽ അവരുടെ ഒരു അതീശത്വമുണ്ട്. മാത്രമല്ല ചൈനയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം അവിടെ സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്ത് മാറ്റും അവർ. ഇന്ത്യയിൽ തന്നെ ചൈന യുദ്ധം നടത്തിയത് 62-ൽ.
അവിടെ പാർട്ടിയുടെ അകത്ത് മാവോയ്ക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് വിഭാഗീയത എന്ന് പറഞ്ഞ സംഭവം. അവർ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് യുദ്ധം ഉണ്ടാക്കിയോ മറ്റോ ഒക്കെ അത് മറച്ചു കളയും. ഇതിനിപ്പോൾ 4 വാക്സിൻ പക്ഷിപ്പനിക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇഫക്റ്റീവ് അല്ല. കാരണം പ്രതിരോധ ശേഷി ഈ വൈറസിന് ഉണ്ടായിട്ട് ഈ 4 ഒരെണ്ണം ശകല ഇഫക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനിലേക്ക് ഒക്കെ പടരുമ്പോൾ നമുക്ക് ഈ സംഭവം അറിയാം. കാരണം ഇതിൽ നിന്ന് തന്നെയാണല്ലോ ഈ വാക്സിൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷെ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കും തോറും വാക്സിൻ ഒട്ടും ഇഫക്റ്റീവ് അല്ലാതായിട്ട് വരികയും ചെയ്യും. ഇങ്ങനെ ഭീകരമായ ഭീഷണി ഉള്ളതായിട്ട് ധാരാളം ഈ വൈറസിൻ്റെ കൂടെ പക്ഷിപ്പനിയുടെ കൂടെ സാധാരണ വൈറൽ ഫീവറില്ലേ, അതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല എന്നാണ്. ഏതായാലും ഈ പുതിയ കാലത്ത് ഇനിയിപ്പോൾ ഈ ഏതെങ്കിലും രാജ്യങ്ങൾ അവരുടെ രാസായുധശാലയിൽ നിന്ന് ജൈവായുധശാലയിൽ നിന്ന് ചോർന്നു പോയതോ അല്ലെങ്കിൽ മനഃപൂർവ്വം വിക്ഷേപിച്ചതോ ആയ അണുക്കളല്ല എങ്കിൽ ഒരു വേറൊരു തിയറി ഉണ്ടല്ലോ, പ്രകൃതി കുറേ കഴിയുമ്പോൾ പ്രകൃതി തന്നെ ഓട്ടോമാറ്റിക്കലി ജനസംഖ്യയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പ്ലേഗിനെ കുറിച്ച് പറയാറുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ പ്രകൃതിയുടെ ഒരു അത്രയും കൗണ്ട് വേണ്ട എന്ന് പ്രകൃതി തീരുമാനിക്കുന്നുണ്ട് എന്നൊരു സിദ്ധാന്തമുണ്ട്. ഈ കോവിഡ് വന്നപ്പോൾ ഞാനിങ്ങനെ അമേരിക്ക എന്നുള്ളതും ഇറ്റലിയിൽ എത്ര പേരാണ് മരിച്ചത്, അതെ അതെ, സ്പെയിനിലും ഒക്കെ. അമേരിക്കയിലും മരിക്കുന്നത് നമ്മൾ വിവരറിയുന്നതൊക്കെ വലിയ കലാകാരന്മാരൊക്കെ ആയിരുന്നു. എഴുത്തുകാർ, ഗിറ്റാർ വായിക്കുന്നവർ, പാട്ടുകാർ, അങ്ങനെ ഒരുപാട് പേര്. ഏതായാലും ലോകം ഒരു പുതിയ ഭീഷണിയിലേക്ക് നടന്നെടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ പോലും അതിൻ്റെ ആദ്യത്തെ ഒരു സിംറ്റം ബംഗാളിൽ കണ്ടു. നമ്മൾ ജാഗ്രത ആവശ്യമുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി.